അധ്യാത്മരാമായണം ആരണ്യകാന്ഡം സീതാ അപഹരണം. അവസരം പാർത്ത് കാമാർത്തി ഉള്ളിൽ ഒതുക്കി കപട സന്യാസിയായി സീതയുടെ മുന്നിൽ എത്തി രാവണൻ. യഥോചിതം സീത സ്വീകരിച്ചു. രാമാദികൾ വരും വരെ വിശ്രമിക്കുക എന്ന് പറഞ്ഞു. ഘോരവനത്തിലെത്തിയ നീ ആരെന്ന് രാവണൻ ചോദിച്ചു. വിശദമാക്കി സീത വിവരങ്ങൾ ധരിപ്പിച്ചു. ഞാൻ ലങ്കാധിപതിയാണ്. ലോകസുന്ദരിയായ നിന്നെ ഞാൻ കാമിക്കുന്നുണ്ട്. എല്ലാ ഭോഗങ്ങളും ആസ്വദിച്ച് താമസിക്കാൻ താപസനായ രാമനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ പോരാൻ അപേക്ഷിച്ചു. സീത ക്രുദ്ധയായി പ്രതികരിച്ചു. രാവണൻ ഭയാനകമായ തൻ്റെ വേഷം സ്വീകരിച്ച് സീതയെ തേരിൽ കയറ്റി ആകാശമാർഗെ യാത്രയായി. സീത വിലാപം കേട്ട് രക്ഷയ്ക്കായി പക്ഷിരാജൻ ജടായു എത്തിച്ചേർന്നു. ഘോരമായ യുദ്ധം രാവണനുമായി അവിടെ നടന്നു. തേരും കുതിരകളും ജടായു നശിപ്പിച്ചു. സീതയെ ഭൂമിയിൽ നിർത്തി രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ജടായുവിൻ്റെ ചിറക് അരിഞ്ഞു നിലത്തു വീഴ്ത്തി. മറ്റൊരു തേരിൽ ആകാശമാർഗത്തിൽ വീണ്ടും സീതയെ വഹിച്ചു യാത്രയായി. രാമ ലക്ഷ്മണ വിലാപത്തോടെ രാവണ ബന്ധനത്തിൽ ഇരുന്നു. അപ്പോൾ സീത താഴെ 5 വാനരന്മാരെ കാണാനിടയായി. വസ്ത്രാഗ്രം മുറിച്ച് ആഭരണങ്ങൾ പൊതിഞ്ഞ് രാമനു കാണാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാവണനറിയാതെ താഴേക്കിട്ടു. കടൽ കടന്ന് ലങ്കയിലെത്തി. അശോകവനത്തിൽ സീതയെ ഇരുവൂൾ മരച്ചുവട്ടിൽ രാക്ഷസ സ്ത്രീകളെ ഏൽപ്പിച്ച് രാവണൻ ഭവനത്തിലേക്ക് പോയി. പതിവ്രതയായ മലിനവേഷധാരിയായി രാമേതി ജപിച്ച് മഞ്ഞ്, തണുപ്പ്, വെയിൽ, കാറ്റിവ സഹിച്ചും സീത അവിടെ കുറെ നാൾ വസിച്ചു. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്തനായി അവതരിച്ചിടിനാനവനിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി. നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യം മുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നിടുക തപോനിധേ. ഭർത്താവ് വരും ഇപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും. ശുത്രുഢാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനി കമനീയാങ്കി നീയാരോമലേ ചൊല്ലിയിടു നിൻ കമിതാവ് ആരെന്നതും നിഷ്ഠൂരജാതികളാം രാക്ഷസരാധിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണിതാനെ വാഴുന്നതെന്തോരായുധ പാണികളും ഇല്ലല്ലോ സഹായമായി. തന്നുടെ
പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയതു കേട്ട് ഉര ചെയ്തിടിനാൾ. മേദിനീപതി വരനാം അയോധ്യാധിപതി വട്ടമില്ലാതെ ദശരഥനാം നൃപാധിപജ്യേഷ്ഠനന്ദനായ രാമൻ അദ്ഭുത വീരൻ തന്നുടെ ധർമ്മഭഗ്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണൻ എന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു. ദണ്ഡകവനം തന്നിൽ 14 കഴിവോളവും വേണം. താനും അതിനു പാർത്തിയിടുന്നു സത്യം എന്ന് അറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാദിവാസേ പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളു. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ. നിൻമൂലമതിന്നു നീ ഒരേണം മായാസാഗം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം. കിങ്കരനായേന്തവ ലോകസുന്ദരീ നാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്ത് ഫലം. താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി. മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതീ ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു. ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം. നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിഭഗ്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്ക് ചൊല്ലാതെ മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ. ഭൂമിയിൽ വീഴ്വാനുള്ള കാരണമിത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ. മഹാഗിരി സന്നിഭം ദശാനനം 20 മഹാഭുജം. അഞ്ജനശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരിലെടുത്തു വെച്ച ആകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും.
ആഹാരാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ അഹാമൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനാം സത്വരം ഉദ്ധാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാംശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗദ്രരാജനുമൊരു പത്രവാനായുള്ളോരു കദ്രരാജനെ പോലെ ബദ്ധ വൈരത്തോടതി ക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നത് അദ്രികളിളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽ കീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നോരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണാദിക്ക് നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ല ഉറ്റവരായിട്ടെന്നോർത്തിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്നു. പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വിമണ്ഡലമകന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിതേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥാ? രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ, നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ. കൗണവാധിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ
മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്ത് ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. പൃഥ്വീപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ. വിദ്രുതം വിഭൂഷണ സഞ്ജയം അഴിച്ചു തന്നുത്തരീയാർദ്ധകണ്ഠം കൊണ്ടു ബന്ധിച്ചു. രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നക്തഞ്ചരൻ അറിഞ്ഞിലതുമപ്പോൾ അബ്ദിയും ഉത്തീര്യ തൻ പത്തനം ഗത്വാദൂർണം. ശുദ്ധാന്തമധ്യേ മഹാ അശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാ ശിംശുപാതരുമൂലേ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചുകൊള്ളുന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീ ദേവി പാതിവ്രത്യമാശ്രിത്യ വസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാനനിഷ്ഠയ ബഹുയാമിനീചരകുല നാരികളുടെ മധ്യേ നീഹാരശീതാതപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യ ജന്മത്തിങ്കലാർക്കില്ലാത്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.